പി സുനീർ എന്ന് പറയുന്ന സഖാവ് CPIയുടെ സംസ്ഥാന നേതാവാണ്. ദീർഘകാലം തോക്കുമെന്ന് 100% ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ളത് ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ഒരു സീനിയറായിട്ടുള്ള ഒരു പാർട്ടി സഖാവ്. ആ സഖാവിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ CPI തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം? എത്ര ഓഞ്ഞ വർഗീയതയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഈ ബിനോയ് വിശ്വം ഒരു അക്ഷരം വേണ്ടിയോ? ഒന്നാമത്തെ കാര്യം, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്നലെ ഉണ്ടായതല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഉണ്ടായതല്ല. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടി കൂടി പങ്കാളിയായിട്ടുള്ള ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭരിക്കുന്ന കേരള സർക്കാരിൻ്റെ സംവിധാനമായിട്ടുള്ള നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ്. അതിനെക്കുറിച്ച് ബിനോയ് വിശ്വം വല്ലതും പറഞ്ഞോ? ഇനി വല്ലതും ഇന്ന് പറയുന്നതെന്ന് വിചാരിക്കുക, ഇത്രയും കാലം അദ്ദേഹം വല്ലതും പറഞ്ഞോ? അദ്ദേഹത്തിൻ്റെ പാർട്ടി കൂടി പങ്കാളിയായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, പൊതുഖജനാവിൽ നിന്ന് ഫണ്ടെടുത്ത് ചെലവഴിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സമിതിയുടെ അധ്യക്ഷനാണ് ഈ നാട് മുഴുവൻ വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. അതേക്കുറിച്ച് എന്താണ് ബിനോയ് വിശ്വം ഒന്നും പറയാത്തത്? ഈ നിമിഷവും ഇങ്ങനെ ഇത് തന്നെയാണല്ലോ, ഈ നവോത്ഥാന സമിതി അധ്യക്ഷനാണല്ലോ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ബിനോയ് വിശ്വം ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ബിനോയ് വിശ്വം ഇതിന് മുമ്പ് പറഞ്ഞിരുന്നോ നമ്മൾ ഈ ചെങ്ങായി ഇതിൻ്റെ അധ്യക്ഷനാക്കരുത്? പറഞ്ഞിരുന്നു. പോട്ടെ, നാട് മുഴുവൻ ഇങ്ങനെ വർഗീയത പ്രസംഗിച്ച് നടക്കുന്ന കാലത്ത് ബിനോയ് വിശ്വം വല്ലതും പറഞ്ഞോ? ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്, മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെ വിട്ടേക്കു. സ്വന്തം പാർട്ടി സഖാവ് പി സുനീർ എന്ന് പറയുന്ന സഖാവ് CPIയുടെ സംസ്ഥാന നേതാവാണ്. ദീർഘകാലം തോക്കുമെന്ന് 100% ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ളത് ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ഒരു സീനിയറായിട്ടുള്ള ഒരു പാർട്ടി സഖാവ്. ആ സഖാവിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ CPI തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം? എത്ര ഓഞ്ഞ വർഗീയതയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഈ ബിനോയ് വിശ്വം ഒരു അക്ഷരം വേണ്ടിയോ? മുസ്ലിങ്ങളുടെ കാര്യം, മലപ്പുറത്തിൻ്റെ കാര്യം, മലബാറിൻ്റെ കാര്യം എല്ലാം വിട്ടേക്കും. സ്വന്തം പാർട്ടിയിൽ ഒരു സഖാവിനെ, സീനിയറായ ഒരു സഖാവിനെ രാജ്യസഭയിലേക്ക് വിടാൻ തീരുമാനിച്ച, അതിനെ വർഗീയമായി എടുത്ത് വിഷം കലക്കിയ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അന്ന് ബിനോയ് വിശ്വമോ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വമോ ആ പാർട്ടിയിലെ ഏതെങ്കിലും സഹസഖാക്കളോ ഒരക്ഷരം വേണ്ടിയോ? അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത ഈ ധാർമ്മിക രോഷവും മതേതരത്വ വിജൃംഭിതമാകുന്നതൊക്കെ എന്താണ് ഇപ്പോൾ? ഈ പി സുനീർ എന്ന സഖാവിനെതിരെ വിഷം തുപ്പിയ ഇതേ വെള്ളാപ്പള്ളി നടേശനെ പൊന്നാട അടിക്കാൻ സ്റ്റേജിലിരുന്ന ഒരാൾ P പ്രസാദാണ്, CPIയുടെ മന്ത്രിയാണ്.